മലബാർ ഡിജിറ്റൽ ഓണം ഓഫറുകൾ. ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഇതാ ഒരു സുവർണാവസരവുമായി എത്തുന്നു. 0% പലിശയിൽ തവണ വ്യവസ്ഥയിലും ഗൃഹോപകരണങ്ങൾ നേടാം. ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷമെത്തിക്കൂ. ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ. മലബാർ ഓണം, സ്മാർട്ട് ഓണം. പോളിയോ നിർമ്മാർജ്ജനത്തിന് കൊണ്ടാടിയൊരുങ്ങി. ഞായറാഴ്ച 19 ബൂത്തുകളിലായി പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നിർബന്ധമാക്കി. പോളിയോ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ടാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർ സെക്ടർ മീറ്റിംഗ് സംഘടിപ്പിച്ചു. കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒക്ടോബർ 12 ഞായറാഴ്ചയാണ് ഈ സംഗതി. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇതിനുള്ള സമയം. അപ്പം അതുകൊണ്ട് തന്നെ ബൂത്ത് 8 മണിക്ക് തന്നെ തുടങ്ങാവുന്ന തരത്തിൽ ഒരു ക്രമീകരണം ചെയ്യേണ്ടതുണ്ട്. അപ്പം അവിടെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രശ്നങ്ങൾ? നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ വയല് എന്നല്ലേ, അങ്ങനെയല്ലേ പറയുക? വയല്. അപ്പം അത് ഇത്ര കുട്ടികൾക്ക് ഇത്ര വയല് എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഈ 1-2 കുട്ടികൾക്ക് വേണ്ട ഡോസ് വീണ്ടും വേണ്ടി വരും. ചിലയിടത്ത് അത്ര വേണ്ടി വരില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കിത് അവിടേക്ക് എത്തിച്ചു കൊടുക്കാനും തികയാതെ വരുന്ന മരുന്നുകൾ എത്തിച്ചു കൊടുക്കാനും ഒക്കെയുള്ള ക്രമീകരണം കുറ്റമറ്റ രീതിയിൽ ചെയ്യണം. ഒരു തവണ നമ്മൾ ഞങ്ങൾ ആദ്യത്തെ വർഷം ഏറ്റെടുത്ത സന്ദർഭത്തിൽ വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ വിഷയാവതരണം നടത്തി. ഒക്ടോബർ 12 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടക്കുന്നത്. ഇതിനായി പഞ്ചായത്തിൽ 19 പൾസ് പോളിയോ ബൂത്തുകൾ ഒരുക്കിയിട്ടുണ്ട്. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും നിർബന്ധമായും പോളിയോ പ്രതിരോധ കുത്തിവയ്പിൽ പങ്കെടുപ്പിക്കണമെന്ന് അദ്ദേഹം അറിയിച്ചു. പൾസ് പോളിയോയുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച നോട്ടീസ് പ്രചരണവും അനൗൺസ്മെന്റും നടക്കും. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി ഇൻചാർജ് വി എസ് ഷീനാജ്, ആരോഗ്യ പ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. സക്സസ്ഫുൾ ആക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ ഡോക്ടറായിട്ട് ഏകദേശം ഒരു 25 കൊല്ലമാവും. എൻ്റെ പ്രവർത്തന തുടക്കത്തിൽ ഞാൻ മെഡിക്കൽ സ്റ്റുഡൻ്റ് കയറിയത് 1995-ലാണ്. അന്ന് റോഡുകളില്ലാത്ത സ്ഥലത്തും ഗ്രാമാന്തരങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വാക്സിൻ എത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു 10-20 കൊല്ലം 22 കൊല്ലം മുമ്പ് ഞാൻ നെല്ലിയാമ്പതിയിൽ താൽക്കാലിക ഡോക്ടറായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് പൾസ് പോളിയോയ്ക്ക് ഞങ്ങൾക്ക് വാക്സിനും കൊണ്ട് കൊടുങ്കാറ്റിലൂടെ ട്രൈബൽ കോളനികൾ, കട്ടലപ്പാറ എന്നൊക്കെ പറയും, അവിടേക്ക് എത്തണമെങ്കിൽ ഒരു 1 ദിവസത്തെ യാത്ര, 1 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അന്ന് അക്കാലത്ത് എല്ലാവരും കൂടെ തുടങ്ങി വെച്ച് പിന്നീട് പല കൂട്ടായ്മകൾ വന്നു. ആശാപ്രവർത്തകർ 2007-2006 ആശാപ്രവർത്തകർ വന്നു. CCV ന്യൂസ്, കൊണ്ടാഴി.